ഷിരൂർ മണ്ണിടിച്ചിലിന്റെ ആദ്യ ദിവസങ്ങളിലുണ്ടായ അലസത ഒരു പരിധിവരെ മറികടക്കാനായത് റിപ്പോർട്ടറിന്റെ ഇടപെടൽ കൊണ്ടുകൂടിയാണ്. ദിവസങ്ങളോളം മഴയും കാറ്റും വകവയ്ക്കാതെ രാവും പകലുമില്ലാതെ തിരച്ചിൽ സംഘത്തിനൊപ്പം തുടരുകയായിരുന്നു ടീം റിപ്പോർട്ടർ. ദിവസങ്ങളോളം മഴയും മഴക്കെടുതിയും തുടരുന്നതിനിടെയാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടാവുന്നത്. അതിൽ ഒരു മലയാളി ഉൾപ്പെട്ടു എന്ന വാർത്തയാണ് റിപ്പോർട്ടറിനെ അങ്ങോട്ടെത്തിച്ചത്. ആദ്യം കണ്ണാടിക്കലെ അർജുന്റെ വീട്ടിലേക്കും തുടർന്ന് ഷിരൂരിലേക്കും. അവിടുത്തെ സ്ഥിതിഗതികൾ അത്ര സുഖകരമല്ലെന്ന് തോന്നിയ ദിവസങ്ങൾ. തിരച്ചിലിന് വേഗം പോരെന്ന ആക്ഷേപം ഉയരുന്നു. അപകട വാർത്തയറിഞ്ഞ് രണ്ടാം ദിവസം ദുരന്തമുഖത്ത് ഡോക്ടർ അരുൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള റിപ്പോർട്ടർ സംഘമെത്തി. ആ രാവിലെ മലയാളികൾക്ക് മറക്കാനാവില്ല. രാവിലെ 9 മണിവരെ അവിടെ ആരുമില്ല, തിരച്ചിലില്ല. ദുരന്തക്കാഴ്ചയുടെ തീവ്രത എന്തോ അധികാരികളിലേക്ക് എത്തിയതേയില്ല എന്ന തോന്നൽ. റിപ്പോർട്ടറിന് പിന്നാലെ കൂടുതൽ വാർത്താ സംഘം അവിടെ എത്തി, ജനപ്രതിനിധികളും. ഇതോടെ കർണാടക സർക്കാരിന്റെ ഇടപെടലുകൾക്ക് വേഗം കൂടി. സൈന്യത്തിന്റെ ആദ്യ സംഘം വന്നു. പ്രതികൂല കാലാവസ്ഥ തടസ്സം. തിരച്ചിൽ പാതി നിർത്തി അവർ മടങ്ങി. അടുത്ത സംഘം വരുന്നു. അതിനൂതന സംവിധാനങ്ങളെത്തി. കൂടുതൽ പരിശോധന. മുങ്ങൽ വിദഗ്ധർ, പ്രകൃതി ദുരന്തം കൈകാര്യം ചെയ്ത് പരിചയമുള്ളവർ, അങ്ങനെ പലരുമെത്തി. ഓരോ ദിവസവും പ്രതീക്ഷ മങ്ങി. റിപ്പോർട്ടർ സംഘം അവിടെ തുടർന്നു. തിങ്കളാഴ്ചയോടെ ഡ്രഡ്ജർ എത്തിക്കുമെന്ന ഉറപ്പുകൂടി. രക്ഷാപ്രവർത്തനം അതിന്റെ 8ാം ദിനം പിന്നിടുമ്പോഴും വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് പ്രതീക്ഷയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ തന്നെ. 4ാമത്തെ കണ്ടെത്തിയിട്ടുള്ള സ്പോട്ട് കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതലായിട്ടുള്ള കേന്ദ്ര ബജറ്റ് ദിവസം പോലും ആ വാർത്ത മാറ്റിവെച്ച് ടീം റിപ്പോർട്ടർ ഷിരൂരിനൊപ്പം നിന്നു. 4 ദിവസത്തോളം പരസ്യം പോലും ഉപേക്ഷിച്ചാണ് ഷിരൂരിൽ തുടരാൻ തീരുമാനിച്ചത്. അർജുൻ നമ്മളിൽ ഒരാളാണ്. അയാളെ രക്ഷപ്പെടുത്താൻ നമ്മളാലാവുന്നത് ചെയ്യുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. ദിവസങ്ങളോളം ചേർന്നു നിന്നിട്ടും ആ ചെറുപ്പക്കാരനെ ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. എങ്കിലും അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ലോകത്തോട് പറയാൻ, മനുഷ്യത്വം കൈവിടാതെ ധാർമ്മികത കൈമുതലാക്കി കൂടെ നിൽക്കാൻ, ആ കുടുംബത്തെ ചേർത്ത് നിർത്തി ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബമാണെന്ന തോന്നലുണ്ടാക്കാൻ ടീം റിപ്പോർട്ടറിന് കഴിഞ്ഞു. നെഞ്ചുലയുന്ന വേദനയിലും ചെറിയൊരാശ്വാസം. റിസർച്ച് ഡെസ്ക്, റിപ്പോർട്ടർ.